ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നൈറ്റിൽ വാർത്ത വന്നത്, ഇന്നലെ അമേരിക്കൻ വൈറ്റ് ഹൗസിലെ ഹിൽട്ടൺ പാലസ് അത്താഴ വിരുന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വധശ്രമം, വെടി. എൻ്റെ അറിവിലെ മൂന്നാമത്തെ പ്രാവശ്യമായിരിക്കും ഡൊണാൾഡ് ട്രംപിന്. ഇത് ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സുരക്ഷയുണ്ടെന്ന് അവകാശപ്പെടുകയും സുരക്ഷാ വലയങ്ങളുമുള്ള നമ്മുടെ ഇന്ത്യയെ പോലെ മറ്റു രാഷ്ട്രങ്ങളെ പോലെയല്ല, എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രത്തിന്റെ അമേരിക്കൻ പ്രസിഡന്റ് മറ്റു രാജ്യങ്ങളിൽ പോവുകയാണെങ്കിലും അവരുടേതായ അകമ്പടി, അവരുടേതായ സുരക്ഷാ വാഹനങ്ങൾ, അവരുടേതായ ഭക്ഷണ ക്രമീകരണങ്ങൾ, ഇത്രയും സുരക്ഷിതത്വത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. അത് മുൻ പ്രസിഡന്റുമാരുമൊക്കെ ലോകരാജ്യങ്ങളിൽ ഏറ്റവും തലയെടുപ്പോടെ ഞങ്ങളാണ് ഏറ്റവും അവകാശപ്പെടുന്ന ഒരു ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റിന് മൂന്നാമതും വധശ്രമം നടന്നത് എവിടെ വെച്ചാണ്? ഏകദേശം 981 ഹിസ്റ്ററി നോക്കിയാല് ഒരു 40-45 വർഷങ്ങൾക്ക് മുമ്പ് അതേ വേദിയിൽ അമേരിക്കയിലെ വൈറ്റ് പാലസ്, ഹിൽട്ടൺ പാലസ് അത്താഴ നടക്കുന്ന അതേ വേദിയിൽ വെച്ചാണ് 981 ഇതുപോലെ പ്രസിഡന്റിന് വെടിയേറ്റത്. അപ്പൊ ഇതിലൊക്കെ സുരക്ഷാ കവലങ്ങളെ പിന്നെ ഒരാൾ തോക്കുമായി കത്തിയുമായി തൊട്ടടുത്ത ഹോട്ടലിൽ താമസിക്കുന്നു. ഈ സുരക്ഷാ വലയം ഏകദേശം 2600 അതിഥികളുടെ അത്താഴ വിരുന്ന് ഈ വൈറ്റ് പാലസ്, ഈ ഹിൽട്ടണിൽ ഏകദേശം ഒരു എയർപോർട്ട് സിസ്റ്റത്തിൽ അത്രയും സുരക്ഷാ വലയങ്ങൾ വേദിച്ചിട്ടാണ് ഈ അക്രമി അകത്തേക്ക് കിടന്നത്. അത് എങ്ങനെ വന്നു? അത്രയും സേഫ്റ്റി ആയിട്ടാണ് അവിടുന്ന് ഓരോരുത്തരെ കടത്തിവിടുന്നത്. എന്നിട്ടും ഈ അക്രമി ബാത്റൂമിനടുത്ത് എത്തി വെടിയുതിർത്തു. പിന്നെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. നമ്മുടെ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ പ്രസിഡന്റുമാരും നേതാക്കന്മാരും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപിതാവിനെ വരെ ചിന്നിച്ചെതറി, ഇന്ദിരാഗാന്ധി വരെ, രാജീവ് ഗാന്ധി വരെ, ഇതൊക്കെ സംഭവമല്ല. പക്ഷെ ലോകരാജ്യത്ത് ഏറ്റവും കൂടുതൽ സേഫ്റ്റിയിൽ, ഏറ്റവും കൂടുതൽ സുരക്ഷാ കവചങ്ങളോട്, സുരക്ഷാ വലയത്തോടെ ജീവിക്കുന്ന, ഒന്നും ഉള്ളാനും തിരിയാനും അറിയാനും ഒക്കെ 4 ഭാഗവും, റൈറ്റും ലെഫ്റ്റും ബാക്കും ഫ്രണ്ടും ഒക്കെ സുരക്ഷാ വലയത്തോടെ ലോകരാജ്യങ്ങൾ സഞ്ചരിക്കുകയും ലോകരാഷ്ട്രങ്ങളിൽ പോവുകയും എന്തിനേറെ ഒന്നും ഉള്ളാനും അപ്പിപ്പൊക്കെ ഇത്രയും സേഫ്റ്റിയില് സുരക്ഷാ ഭടന്മാരുണ്ടായിട്ടുണ്ട്. എങ്ങനെ സംഭവിച്ചു? അവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പായാലും മാസങ്ങൾക്ക് മുമ്പായാലും ഈ കഴിഞ്ഞ കാല വർത്തമാന കാലത്ത് ഭൂതകാലത്ത് സംഭവിച്ച സംഭവങ്ങൾ നമ്മൾ ഓർത്തെടുക്കണം. ഒത്തിരി മനസ്സുകളുടെ മനസ്സും ശരീരവും മൊത്തം ജീവിതവും നരകിച്ചുകൊണ്ട് ആ വേദനയോടെ മണ്ണിൽ നടക്കുന്ന ആളുകളായിരുന്നു. മൂർഖനെ ചവിട്ടിയതുപോലെ ഒത്തിരി ജീവനുകള്, ഇറാനായാലും മറ്റതായാലും അക്രമങ്ങൾ ഇന്നലെ തുടങ്ങിയതല്ല. ആ മുറിവേറ്റ മുറിവിന്റെ നീറ്റല് മാറാൻ ഒരു പ്രതികാരം ഉണ്ടായിരിക്കും. അപലപിക്കുകയാണ്, ഇതിനാരും അനുകൂലിക്കുകയല്ല. പക്ഷെ ഇതിൽ നിന്നും അമേരിക്കൻ രാജ്യം ഉൾക്കൊള്ളേണ്ട പാഠം, മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ അത് ഏത് വിധനെയാണ് തിരിച്ചടി വരിക എന്നറിയില്ല. ഇറാന്റെ പ്രസിഡന്റ് പോയി. അപ്പോ ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തു എന്നുള്ളൂ. അമേരിക്ക ചെയ്തു കൂട്ടിയിരുന്ന കാര്യങ്ങള്, നീതിയോ അനീതിയോ, നരകതുല്യമായ ഒത്തിരി കാര്യങ്ങള്, ഭയാനകമായ രംഗങ്ങൾ, ഇതൊക്കെ നീതിയോ അനീതിയോ എന്ന് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ലോകരാജ്യങ്ങൾ അതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും എങ്ങനെയായാലും ഒരു പ്രതികാരമെന്ന രൂപേണയായാലും ഒരിക്കലും ഒരു അക്രമമോ കൊലപാതകമോ അത് അനുകൂലിക്കേണ്ടതല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാസങ്ങളോളം വർഷങ്ങളോളം നരകതുല്യ ജീവിതം നയിച്ചവരുടെ ഉള്ളിലെ വിഷമം ഏത് രൂപത്തിലെയാണ് പ്രതികാരമായി വരിക എന്നുള്ള ഒരു ചോദ്യചിഹ്നവുമായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.
അനീഫ് കട്ടുപ്പാറ. ഗുഡ് ബൈ.